ഇന്ദിരേട്ടൻ എപ്പോ എത്തി? നേരെ ഇങ്ങോട്ടേക്കാണോ വരുന്നത്? അല്ല, ഭാനുമ്മ എവിടെ നിന്ന് കിട്ടി? ആ, ഞാൻ വീട്ടിൽ കയറിയിട്ട സത്യം വരുന്നത്. അതേ ടാക്സിയിൽ തന്നെ വന്ന് അമ്മയെ കൂടെ കണ്ടിട്ട് പോകാന്ന് കരുതി. വണ്ടി ഇവിടെ ഉണ്ടല്ലോ, നീ എന്നൊന്ന് വീട്ടിൽ വിട്ട് തന്നാ മതി. ടാക്സി പൊയ്ക്കോട്ടല്ലേ? ആ, അത് വിട്ടേക്ക് ഇന്ദിരേട്ടാ. ഇന്ദിരേട്ടനോടൊന്നും പറഞ്ഞില്ലേ ഭാനുവമ്മേ? ഇല്ല മോനെ, അവൻ അതിനിട തന്നില്ല. അമ്മയെ കണ്ടിട്ടും വരാന്നും പറഞ്ഞ് ഉടനെ ഇറങ്ങി. അതാ ഞാനും ഒപ്പം വന്നത്. അല്ല, വണ്ടിയിൽ വരുമ്പോ ഭാനുമ്മ എന്തെങ്കിലും സൂചിപ്പിച്ചോ? അതിനും പറ്റിയില്ല. അപ്പോഴേക്കും ഇന്ദ്രന് മധുരയിൽ നിന്നും ഫോൺ വന്നു. അല്ല, അമ്മയും സോനയൊക്കെ എവിടെ? അമ്മ കുളിക്കായിരുന്നു ഇന്ദ്രേട്ടാ, ഇപ്പൊ കഴിഞ്ഞാണ്. സോന മോളുടെ അടുത്തുണ്ട്. ശ്യാമോൾക്ക് എന്തോ വയ്യായിക. സോനയുടെ കയ്യിൽ നിന്ന് താഴെ നിൽക്കുന്നില്ല. അപ്പൊ തന്നെ കരയാൻ തുടങ്ങും. കുറച്ച് സമയം കൂടെ നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ മോളെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കാം. എന്താ പ്രതിഭേ, മധുരന്ന് വാങ്ങിയൊരു സാരിയാ. താങ്ക്സ് ഇന്ദ്രേട്ടാ. ഇത് സോനയ്ക്ക് മോക്കുള്ളതാ, അവർക്ക് കൊടുത്തരെ. ശരി ഇന്ദ്രേട്ടാ. ശരി. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞാനൊന്നും വാങ്ങിയില്ല. നമ്മൾ ആണുങ്ങൾക്ക് ഇതൊന്നും വലിയ കാര്യമല്ലല്ലോ. ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വരാം. അമ്മ വരും ഇന്ദിരേട്ടാ. അല്ല, ഇന്ദിരേട്ടൻ പോയ വിശേഷങ്ങളൊക്കെ പറ. അതെന്ത് പറയാനാ, 3 ദിവസം നീണ്ടു നിന്ന ഗംഭീര കല്യാണമായിരുന്നു. ഞാൻ ഫാമിലിയായിട്ട് ചെല്ലുമെന്ന് അവർ പ്രതീക്ഷിച്ചത്. അതിനുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കിയിരുന്നു. അനുവിനെയും മോനെ കൊണ്ട് പോകേണ്ടതായിരുന്നു. കൊണ്ടുപോകണമായിരുന്നു. എങ്കിലിവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പ്രശ്നമോ? അല്ല, അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഇന്ദിരേട്ടൻ ഫാമിലിയെ കൂടി കൊണ്ടുപോകായിരുന്നല്ലോ. അനുവേട്ടത്തേക്കും മോനും അതൊരു സന്തോഷമായേനെ. അവരെ കൂടി കൊണ്ടുപോകേണ്ട സാഹചര്യമായിരുന്നില്ലല്ലോ ഇവിടെ. അമ്മയോട് ഒരു വാക്ക് പറയാതെ പോയതിന് അമ്മയ്ക്ക് എന്നോട് ദേഷ്യമായിരിക്കുമല്ലേ? ഹേയ്, അമ്മയ്ക്ക് ഇന്ദിരേട്ടനോട് ദേഷ്യമൊന്നുമില്ല. ദേഷ്യം മുഴുവൻ ഇടത്തിയോടാ. അത് പിന്നെ അമ്മയുടെ ഒരു രീതി എങ്ങനെയാണല്ലോ. ഞാൻ തെറ്റ് ചെയ്താലും അമ്മ അനുവിനെ കുറ്റം പറയും. അത് സാരമില്ല, അത് ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം. അമ്മ പൂജാമുറിയിലാണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എന്തൊക്കെ പറയുവോ?